ചേട്ടാ ഞങ്ങളെ ഹലോ ചെള്ളായിക്കട എന്ന് പറഞ്ഞ പേജിൽ നിന്ന് സോഷ്യൽ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ലഹരി മാഫിയക്കെതിരെ ചേട്ടനിക്ക് എന്താ പറയാനുള്ളത്? വളർന്നുകൊണ്ടിരിക്കുന്ന ലഹരി മാഫിയക്കെതിരെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ലോകം മൊത്തം എല്ലാരും ഈ ലഹരിക്ക് അടിമകളാണ്. ശരി, ആണൊന്നുമില്ല പെണ്ണുങ്ങളൊന്നുമില്ല, എല്ലാരും ഇതൊക്കെ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായി നടക്കുക പിടിക്കുക ഇതൊക്കെ നോക്കാൻ ഇവിടെ ആരും ഉണ്ടാകില്ല. ഉദാഹരണത്തിന് ഞാൻ പറയണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വഞ്ചിയായിട്ട് നമുക്ക് കടലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടണം? മീനല്ലേ കിട്ടുള്ളൂ, അല്ലാതെ വല വേറെ എന്തായാലും കുടുങ്ങും ഇല്ല. മീൻ മാത്രം കിട്ടുള്ളൂ. മീൻ മാത്രം കിട്ടുള്ളൂ. അതാണ് ഞാൻ പറയാൻ വേണ്ടി വന്നത്. പിന്നെ ഇപ്പൊ നമ്മൊരു പച്ചക്കറി കടയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തക്കാളിക്കുമല്ലോ, തക്കാളി ചോദിച്ചാൽ തക്കാളിയെ തരുള്ളൂ, അല്ലാണ്ട് വേറെ അവരൊന്നും തരില്ല. അതിനെ കുറിച്ച് എന്തെങ്കിലും തനിക്ക് പറയാനുണ്ട്? ടോപ്പിക്ക് ഞാൻ ചോദിച്ചതല്ലായിരുന്നു ചേട്ടാ. പപ്പടത്തിന് ഇപ്പൊ എന്താണ് വില? പപ്പടോ ബ്രോ ഇപ്പൊ തന്നെ വരാം. ചേട്ടാ ചേട്ടനിക്ക് എന്താ അഭിപ്രായം ഇതിനെ പറ്റി? ലഹരിയെ പറ്റിയില്ലേ, ഈ സമൂഹത്തെ ഒരുപാട് രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയണമെങ്കിൽ ഇത് ഒഴിവാക്കണം സർക്കാർ. ഇതിന് സർക്കാരിന്റെ ഭാഗത്ത് കുറച്ച് തെറ്റുണ്ട്. ഇത് ഇങ്ങനെ വെച്ചോ ഒരു കാര്യം പറയണ്ടേ ചേട്ടാ ചോദിക്കാൻ ഇപ്പൊ ഉദാഹരണം പറയാൻ മനസ്സിലായി. നമ്മളെ ലഹരി എന്ന് പറഞ്ഞാൽ നന്മ വേണം. ഇപ്പൊ എന്റെ ലഹരി എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ സഹായം ചെയ്യും, അതാണ് എന്റെ ലഹരി. അപ്പൊ എന്നിട്ട് ഇപ്പോഴത്തെ 10 ലക്ഷം ആൾക്ക് 100 എടുത്ത് കൊടുക്കും ഞാൻ, അതാണ് എന്റെ ലഹരി. അപ്പൊ എല്ലാവരും അത് കണ്ടു പഠിക്കണം. അപ്പൊ ലഹരി അങ്ങനെ ആക്കണം, എല്ലാവരും സഹായം ചെയ്ത് എല്ലാവരും ലഹരി അതിൽ നിന്നൊരു ഇത് വരുത്തണം. ആൾക്കാർ അത് കണ്ടിട്ട് മോട്ടീവായിട്ട് ലഹരി മാറ്റിയിട്ട് ഈ ലഹരി എത്തണം. ചേട്ടനെ പോലുള്ള ആൾക്കാരാണ് ഇവിടെ വേണ്ടത്. 100 രൂപ നേട്ടാ ഞാൻ തരാം. ഒരാളെ MDMA, ഒരാളെ കഞ്ചാവും. ഒന്നുമില്ല.